കഴിഞ്ഞ വീഡിയോയിൽ ന്യൂസ് 18 ചാനലുമൊത്തുള്ള ആ PR ഷൂട്ടിൻ്റെ ഒരു വാർത്ത കൊടുത്തിരുന്നു, ഓർമ്മയില്ലേ? അതിൽ റിപ്പോർട്ടറോട് കട്ട് ഒന്നേന്ന് എടുക്കാമെന്ന് പറഞ്ഞ ആ രംഗം ഓർമ്മയില്ലേ? നിൽക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയും എവിടെ കണ്ടാലും ആളുകൾ എന്തിനു വേണ്ടിയെന്നല്ലേ? ദേ വ്യാജന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി. ഇതുപോലുള്ള റീൽസ് കട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വാവ് ഭയങ്കര സംഭവം തന്നെ, അതായത് ഒഴിഞ്ഞ പാത്രങ്ങൾ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഊള വേലത്തരങ്ങൾ നോക്കിയേ. ഇതിനു വേണ്ടി ഒരു ചാനലിലെ ക്യാമറയും റിപ്പോർട്ടറെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ആ റിപ്പോർട്ടറെയും കൂടി നിർത്തിക്കൊണ്ട് റീൽസ് ഇടുകയാണ്. എന്താണ് നാട്ടുകാർ വായിച്ചെടുക്കേണ്ടത്? തുറന്ന ജീപ്പ്, മോഹൻലാൽ പണ്ട് വരുന്ന അതേ സ്റ്റൈലിലൊക്കെ നമ്മൾ വരുമ്പോൾ, സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാർക്കത് കാണുമ്പോൾ ഇതാ സൂപ്പർ സ്റ്റാറുകൾ വരുന്നു എന്നൊരു ഫോർമാറ്റിലാണ്. സാധാരണക്കാരായിട്ടുള്ള മലയോര മേഖലയിലെ പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ അവർക്ക് സമയമില്ല. നാട്ടുകാരുടെ മുന്നിൽ പട്ടി ഷോ, അതിന് റീൽസ് എടുക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇവരുടെ ജോലി. ഇത് നിലമ്പൂരിലുള്ള മനുഷ്യരൊന്നും മനസ്സിലാക്കുക. ഇവർക്ക് രാഷ്ട്രീയമല്ല, ഇതൊരു കച്ചവടമാണ്. ആ കച്ചവടത്തിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രോഡക്റ്റിനെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് വൻകിട കച്ചവടക്കാരെത്തിക്കുന്നത്? അത് പരസ്യങ്ങൾ മോഡലാണ്. അതേപോലെയുള്ള PR പരസ്യങ്ങളായിട്ട് ഇതിനെ തോന്നില്ലേ? എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു വാഹനം ഇറക്കി നാട്ടുകാരെടുത്ത് ടാറ്റ കാണിച്ചിട്ട് ഒരു ചാനൽ ക്യാമറാമാനെ കൊണ്ടത് ഷൂട്ട് ചെയ്യിച്ചെടുത്ത് അത് ശരിയായില്ല വീണ്ടും ഒന്നേന്നെടുക്കാമെന്ന് അതിൽ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിൽക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയും എവിടെ കണ്ടാലും ആളുകൾ കേട്ടില്ലേ? ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയുള്ള മാധ്യമ പ്രവർത്തനം. അവരുടെ PR വർക്ക് പോലെ ചെയ്തു കൊടുക്കുക, വീഡിയോ എടുത്തു കൊടുക്കുക, അതവർക്ക് അയച്ചു കൊടുക്കുക, അതിനുശേഷം അത് അവർക്ക് റീൽസ് ഇട്ട് കളിക്കുക. നടു റോഡിലാണ് ചാനൽ ക്യാമറകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റീൽസ് ഷൂട്ട് പോലും നടക്കുന്നത്. അതിൽ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മളോടൊപ്പം തന്നെയാണ് എന്ന് ഉറപ്പിച്ച മാപ്രയും കൂടി നടുക്ക് നിർത്തിയിട്ടുണ്ട്. മാപ്രയ്ക്ക് ഒരു മൈലേജ് ആകട്ടെ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. മാപ്രയ്ക്ക് ഞങ്ങളുടെ ചെലവിൽ ഇരിക്കട്ടെ ഒരു പബ്ലിസിറ്റി, തിരിച്ച് ഞങ്ങൾക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാപ്ര നമ്മളെ സഹായിച്ചതുമാണ്. ഇങ്ങനെയുള്ള പരസ്പര ധാരണയുള്ള പല കച്ചവടങ്ങളുമാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രചരണം എന്ന പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അടിമുടി വ്യാജത്തരമാണെന്ന് ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ഗിമ്മിക്കുകൾ കാട്ടി എങ്ങനെയും വളഞ്ഞ വഴിയിലൂടെ ആ കസേരയിലെത്തി കുടുംബം നന്നാക്കണമെന്നതിനപ്പുറം ഈ ഷോ കൊണ്ട് എന്ത് പ്രയോജനമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി.